ശ്യാമ, ഭക്ഷണം റെഡിയായി വരൂ. ദാ വരുന്നു ലക്ഷ്മി. ഭക്ഷണോ? ഭക്ഷണോ? ഭക്ഷണം നിനക്ക് പാഷാണം തരാം, പാഷാണം. ഭക്ഷണം ഉണ്ണാമാൻ നയിക്കണ ഒരു തൈ പറഞ്ഞു വിട്ടത് നന്നായി. ഇല്ലെങ്കിൽ അവൻ എനിക്ക് പാഷാണം വെച്ചാ. പോടാ. നീ ഓരോട്ടോ പിടിച്ച് പോണ്ടാ, രണ്ടോട്ടോ പിടിച്ചു പോ, രണ്ടോട്ടോ. ഇവിടെ നടയുവിനൊക്കെ. ഇത്രയും നാളായിട്ട് ഇതിന്റെ ഗുഡൻസ് മനസ്സിലാവുന്നില്ലല്ലോ. കണ്ണടച്ചിരുന്ന മൊബൈലിൽ കുത്താൻ തോന്നും, മൊബൈലിൽ കുത്തുമ്പോൾ വേറെന്തെങ്കിലും ചെയ്യാൻ തോന്നും. മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ഇവളെങ്ങനെയാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? കാണുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളതും സുഖമുള്ളതെന്ന് തോന്നും. പക്ഷേ ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 10 സെക്കൻഡെങ്കിലും ഒന്നും ചിന്തിക്കാതിരിക്കുകയോ എന്തെങ്കിലും ഒന്നിലും മാത്രം ശ്രദ്ധിക്കുകയോ ചെയ്താൽ അത് തന്നെ വലിയ കാര്യം. നീ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കുന്നത്? എന്തു പറ്റി? അല്ല, ഞാൻ ഓർക്കുമായിരുന്നു നീ എങ്ങനെയാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. എനിക്ക് പറ്റുന്നില്ലല്ലോ ഇങ്ങനൊന്നും ഇരിക്കാൻ. പറ്റോ ഇല്ലയോ എന്ന് നീ അതിന് നോക്കിയോ? പിന്നെ ഞാൻ കുറെ ശ്രമിച്ചതാ, ഒരു 5 മിനിറ്റ് പോലും എനിക്ക് പറ്റുന്നില്ല. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല മോളെ. അതിനൊക്കെ മനസ്സിന് അതിൻ്റെതായ പാകത വേണം. എങ്കിൽ മാത്രമേ ജപത്തിൽ മാത്രം ശ്രദ്ധിച്ച് മനസ്സിൽ ചാഞ്ചാട്ടം വരാതിരിക്കാൻ പറ്റൂ. ആ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നിനക്കിപ്പം മനസ്സിലാവില്ല. നീ എന്നെ ഒന്നും പഠിപ്പിച്ചു തരത്തില്ലല്ലോ. അല്ലെങ്കിലും വേണ്ട, എനിക്കറിയാൻ ഒരു താല്പര്യമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. അല്ലെങ്കിലും സന്യാസത്തിലൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. നന്നായി. പിന്നെ നിന്റെ കല്യാണത്തിന് ഡ്രസ്സൊന്നും അത്ര നന്നായിട്ടൊന്നുമില്ല. സെലക്ഷന്റെ കാര്യത്തിൽ നീ അത്ര പോരാ. എന്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല നീ. അതൊക്കെ മതിയടി. അധികം ആളൊന്നും ഇല്ലാത്ത കല്യാണമല്ലേ, നമ്മള് മാത്രല്ലേ കാണൂ. പിന്നെന്തിനാ ഈ ആർഭാടം കാണിക്കുന്നേ? എങ്ങനെയെങ്കിലും തടസ്സങ്ങളില്ലാതെ ആ ചടങ്ങൊന്ന് നടക്കണം, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. എടി, കല്യാണമൊക്കെ ലൈഫിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് ഗ്രാൻഡ് ആയിരിക്കണ്ടേ മധു? കല്യാണ സാരിയിലും കുറച്ചൊന്ന് റിച്ചായിട്ട് എടുക്കേണ്ടതായിരുന്നു. അതെങ്ങനെയാ? നീ ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്തതല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ വിവരമുള്ള ആരെങ്കിലും നിനക്ക് കൂടെ കൂട്ടിക്കൂടായിരുന്നോ? ഇതിപ്പോ ഒറ്റയ്ക്ക് പോയി എടുത്തതല്ലേ? ഓ, നീയാണോ വലിയ വിവരമുള്ള ആള്? പാതിരാത്രിക്ക് നീ കോമഡി പറയുവാണോ? ദേ, നിനക്കിപ്പോ അങ്ങനൊക്കെ തോന്നും. എന്തെങ്കിലും നിനക്ക് എന്റെ വില മനസ്സിലാകും. കുറച്ച് നാൾ കഴിയുമ്പം നിനക്ക് തന്നെ തോന്നും കല്യാണം കുറച്ചുകൂടെ ഗ്രാൻഡ് ആക്കി നടത്തണമായിരുന്നെന്നും ഓർണമെന്റ്സ് ഒക്കെ കുറച്ചുകൂടി വേണമായിരുന്നൊക്കെ. അപ്പം മനസ്സിലായിക്കൊള്ളും. ദേ, ഇപ്പൊ വേണമെങ്കിലും സമയമുണ്ട്. ഏതെങ്കിലും ജ്വല്ലറിക്കാരെ വിളിച്ചു പറഞ്ഞാൽ അവരെ വീട്ടിൽ കൊണ്ടുതരും. ഏത് ഡിസൈൻ വേണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അയ്യോ വേണ്ടായേ, നമുക്ക് നിന്റെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്താം. നിന്നെ സ്വർണ്ണത്തിൽ കുളിപ്പിച്ച് അടിപൊളിയായിട്ട് നടത്തിക്കളയാം. എന്താ? അല്ലേലും അത് അങ്ങനൊക്കെ നടക്കുമോളെ. നിന്നെ പോലെ ഗാന്ധിജി കളിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. നീ നോക്കിക്കോ, ഞാൻ ഇപ്പോഴേ ഗോൾഡിന്റെ ഡിസൈൻ വരെ നോക്കി വെച്ചിരിക്കുക. ആഹാ, അപ്പൊ കല്യാണ ചെറുക്കൻ വേണ്ടേ? അതോ അതും റെഡിയാണോ? ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ പറയാറായിട്ടില്ല, പക്ഷെ നിന്നോട് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് കൺഫേം ചെയ്യട്ടെ, വഴി അറിയിക്കാം. ആയിക്കോട്ടെ, ഇപ്പൊ ഏതായാലും കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ വെളുപ്പിനെ എഴുന്നേക്കാനുള്ളതാ. ലൈറ്റ് ഓഫ് ആക്കിയേക്ക്. ഈ കാര്യത്തിന് മാത്രം നീ ഒട്ടും ശരിയല്ല. കല്യാണം കഴിഞ്ഞ ആ പാവ ആദിത്യ ചേട്ടനായിരിക്കും എന്റെ ഈ അവസ്ഥ വരാൻ പോകുന്നത്. ഒന്ന് പോടി.
കഴിക്കാൻ മാംസാഹാരം ഒന്നും കിട്ടിയില്ലല്ലോ. വിശപ്പ് മാറിയതുമില്ല. എത്രയും പെട്ടെന്ന് എന്നെ ഏൽപ്പിച്ച് ജോലി തീർക്കണം. പറ്റിയാൽ രാത്രി തന്നെ ഇവളെ കൊല്ലണം. അല്ലെങ്കിൽ പിടിച്ചു കെട്ടി മായനെ ഏൽപ്പിക്കണം. രണ്ടായാലും എത്രയും വേഗം തന്നെ തീർക്കണം. ഈ മുറിയിലല്ലേ അന്ന് എൻ്റെ ബോഡി കിടത്തിയിരുന്നത്? അത് അവിടെ തന്നെ ഉണ്ടോന്ന് ഉറപ്പാക്കണം. നീ ആരെന്ന് നീ വിചാരം? ഇവിടുത്തെ തമ്പുരാട്ടിയോ? എനിക്കും നിനക്കൊക്കെ ഈ വീട്ടിൽ ഒരേ സ്ഥാനമേ ഉള്ളൂ. എന്നിട്ട് അവളുടെ ഒടുക്കത്തെ ഒരു ചാട. നീ എന്താ കാണിക്കുന്നേ? നിനക്ക് വട്ടായോ? വട്ട് നിനക്കടി. നീയല്ല ഏത് സമയം ഭ്രാന്തി പിടിച്ച പോലെ കണ്ണടച്ചു പിടിയിരിക്കുന്നത്. എന്നിട്ട് ധ്യാനം വന്നു പോലും ഒരു ജോലി ചെയ്യാതിരിക്കണോ നിന്റെ അടവല്ലേടി ഇത്? ഈ ധ്യാനവും ജപവും ഒക്കെ മിണ്ടി പോവരുത്. കുറച്ച് നാളെ ഞാൻ ഇതൊക്കെ പറയണമെന്ന് വെച്ചിരിക്കുക. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി നീ ചെയ്യാറുണ്ടോ? നിനക്കൊക്കെ വെച്ച് വിളമ്പി തരാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയോ? ഉണ്ടാക്കി തന്നാലോ അവിടെയൊക്കെ ഒരു കുറ്റവും കളിയാക്കലും. നിന്നോടാരാ ഇവിടുത്തെ ജോലി ചെയ്യാൻ പറഞ്ഞത്? നിന്നെ നീ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തല്ലേ? മിണ്ടി പോകരുത്. എന്റെ ഇഷ്ടമോ? മുത്തശ്ശിക്കാണെങ്കിൽ ഈ വീട്ടിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ തന്നെ വേണം. എന്നിട്ട് ആ തള്ളയ്ക്ക് സ്നേഹം മുഴുവൻ നിന്നോട്. ജോലി ചെയ്യണമെങ്കിൽ കൂട്ടുകിടക്കണമെങ്കിൽ ഞാൻ തന്നെ. എന്താണ് നിന്റെ വിചാരം? ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണെന്നോ? നീ ഒറ്റ ഒരുത്തിയാ അവരെ കൊണ്ട് എന്നെ സ്നേഹിപ്പിക്കാത്തത്. നീയാ ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ വെറുതെ ഇരുത്തിയിട്ട് നിന്നേക്കാളും മേളേതായി എന്നെ കൊണ്ട് പണയെടുപ്പിക്കുവോ? അതും പോരാഞ്ഞിട്ട് നിനക്ക് കൂട്ടുകിടക്കാനാ ആ തള്ള എന്നെ ഈ റൂമിലിട്ടിരിക്കുന്നത്. കിടക്കാൻ വന്നാ നീ എന്നെ നിലത്ത് പാ വിരിച്ചു കിടത്തും അല്ലേടി? നിന്റെ കൂടെ കട്ടിൽ കിടന്നാ നിനക്ക് എന്തെങ്കിലും പറ്റുമോ? പറ്റുമോടി? മനഃപൂർവ്വം നീ എന്നെ തല ചവിട്ടി ഇട്ടതല്ലേ? എന്താ നിനക്ക് പറ്റി? ഞാൻ നിന്നെ ചവിട്ടി നിലത്തിട്ടെന്നോ? ഓ, അവൾക്കൊന്നും അറിയത്തില്ല അല്ലേടി എന്തിനാ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? നിനക്ക് സിനിമയെ വല്ല ശ്രമിച്ചൂടെ? വല്ല ഉർവശി അവാർഡോ വല്ല കിട്ടിയാനെ. അതുപോലെ നീ അഭിനയിച്ച് തകർക്കുന്നേ. എന്റെ മിഥുൻ ചേട്ടന് എന്ത് കുറവുണ്ടായിട്ടാ നീ വേണ്ടെന്ന് പറഞ്ഞേ? ആ പാവം എത്ര നാൾ നിന്നെ ഓർത്ത് പുറകെ നടന്നു. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? എടി പിന്നെ എപ്പ പറയണോടി? എന്റെ ഏട്ടൻ എത്ര മാത്രം കഷ്ടപ്പെട്ടെന്നറിയോ?
ആ പാവൻ ജയിലിൽ വരെ കിടന്നില്ലേ? അവളുടെ കാമുകനെ കൊന്നുപോലും. എന്റെ ഏട്ടനെ ജയിലിൽ കയറ്റിയപ്പോ നിന്റെ കാമുകൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നില്ലേ? എന്റെ മിഥുനേട്ടനെ വേണ്ടെന്ന് വെച്ച് അവള് എല്ലാം തികഞ്ഞവനെ തേടി പോയതാ. എന്നിട്ട് കണ്ടില്ലേ കിട്ടിയത്? ആദ്യത്തെ എന്തിനു കൊള്ളടി അവനെ? അവന്റെ ഒരു മുടിയും കോലും കണ്ടാലും മതി. പോരാത്തിന് അവക്ക് പറ്റൊരു ബാലേ കുടുംബവും. നിനക്കൊക്കെ അതേ ചേരുവടി, അത് മാത്രമേ ചേരൂ. അതേടി, മായ തന്നെയാ. കുറച്ച് നാളെ നിന്നെ കൊല്ലണോന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള സമയ സന്ദർഭം ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഇനി താമസിപ്പിക്കുന്നില്ല, നിന്നെ ഞാൻ കൊല്ലുവടി. എന്റെ ഏട്ടനെ വേണ്ടെന്ന് വെച്ച് നീ വേറെ ഒരുത്തന്റെ കൂടെ സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കല്ലേടി. അങ്ങനെ ഒരു ജീവിതം നീ സ്വപ്നം കാണേം വേണ്ട. നിന്നെ കൊല്ലുവടി ഞാൻ. എന്താ? എന്തിനാ നീ എന്നെ കൊല്ലാൻ നോക്കിയേ? കൊല്ലാനോ? ഞാനോ? നിനക്കെന്താ വട്ടായോ മധു? നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ആഹാ, അതാണോ ഇപ്പൊ കുറ്റം? നീ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നോ? അതെന്തെന്ന് നോക്കാൻ എണീറ്റ് വന്നതാ. ഞാൻ പിച്ചും പേയും പറഞ്ഞെന്നോ? അല്ല, ഞാനാ പറഞ്ഞത്. എടി പോത്തെ, നീ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ പറയോ കറിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വിളിച്ചു നോക്കിയിട്ട് എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ മുഖത്ത് വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞ് വന്നതാ ഞാൻ. അത് ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്നോ? എന്ത് സ്വപ്നം? അത് നീ എന്നെ കൊല്ലാൻ നോക്കുന്ന സ്വപ്നമാ കണ്ടത്. നീ എന്നെ ചീത്ത പറഞ്ഞ് എന്റെ കഴുത്തി പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കി. ഞാൻ ശ്വാസം മുട്ടി ഞെട്ടി ഉണർന്നതാ. നിനക്കെന്താ വട്ട് പിടിച്ചോ? ഞാൻ എന്തിനാ നിന്നെ കൊല്ലുന്നത്? നിനക്ക് നല്ലതൊന്നും കാണാനില്ലായിരുന്നോ മധു? അതങ്ങനെയാ, മനസ്സിലുള്ള കാര്യങ്ങളാ സ്വപ്നങ്ങളെ കാണാറുള്ളതെന്നാ പറയുന്നത്. അപ്പൊ നിന്റെ മനസ്സിൽ ഇതൊക്കെയാണല്ലേ? ഒന്ന് പൊടി. സ്വപ്നം കണ്ട കാര്യം പറഞ്ഞതാ ഇപ്പൊ കുറ്റമായത്. ഒരു കുറ്റവും ഇല്ല. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോ സ്വപ്നം കണ്ട കാര്യം സത്യമാവും. പറഞ്ഞേക്കാം, മനുഷ്യന് ഉറക്കം വന്നിട്ട് പാടില്ല. സ്വപ്നം ഇങ്ങനൊരു സാധനം ഓടി ചെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ? ഇന്ന് തന്നെ ആ ബോഡി നശിപ്പിക്കണം. അതിനുവേണ്ടി പറ്റിയൊരു ആയുധം കണ്ടെത്തണം.
ദിവസവും കൂടി കഴിഞ്ഞ മധുമിതയുടെ ആദിത്യൻ്റെയും കല്യാണമായി. ഇതുവരെയും അവരെ ഒന്നും ചെയ്യാൻ മായന് സാധിച്ചിട്ടില്ല. ആദിത്യന് കുട്ടികൾ ഉണ്ടാകുന്നത് വരെ മായന് ആയുസ്സുണ്ടാവില്ല. അതിനു മുമ്പ് നല്ലൊരവസരം കിട്ടിയാ ഞാൻ തീർക്കും മായനെ. ADN Gold TV, ഏഷ്യാനെറ്റ് ഡിജിറ്റൽ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ 109.